ഹായ് സ്റ്റുഡൻസ്, വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. അപ്പൊ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോഴ്സസ് വർക്ക് ചെയ്യും അല്ലെ? അപ്പൊ ഒരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ചെയ്യുന്ന വർക്ക് ആ ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ അത്തരം ഫോഴ്സിനെയാണ് നമ്മൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നറിയപ്പെടും. ഓക്കെ, ഇഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജക്റ്റ്, that force is known as non-conservative force. Example: friction, viscous force, etc. If work done by a force is independent on the path followed by the object but only depends upon the initial and final positions of the object, such a force is known as conservative force. Okay, example: all central forces are conservative force. Gravitational force, Coulomb force, etc. Okay, അപ്പോൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്? ഇഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജക്റ്റ്, സച്ച് ഫോഴ്സ് ഈസ് നോൺ ആസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ് ആർ എക്സാമ്പിൾസ്. ഓക്കെ, അതായത് ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആ ഫോഴ്സ് ഏതൊരു ഒബ്ജക്റ്റിലാണോ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ ഓഫ് കോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും, അതിനെ കൂടാതെ പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ അത്തരം ഫോഴ്സിനെ നമ്മൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ് പറയുക. ഫ്രിക്ഷനും വിസ്കസ് ഫോഴ്സുമാണ് എക്സാമ്പിൾസ്. നോക്കുക, if work done by a force depends upon the path followed by the object, that force is known as non conservative force. Example: friction, viscous force, etc. ഇനി നമ്മൾ യൂണിവേഴ്സിൽ ഏതൊരു മൂവിങ് ഒബ്ജക്റ്റും അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിലെല്ലാം ഒരേ സമയം കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റില് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ അത് എയറിലൂടെയാണ് ഫ്രീ ഫാൾ ചെയ്യുന്നത്. അപ്പോൾ എയറിലൂടെ ഫാൾ ചെയ്യുമ്പോൾ ഒരു എയർ ഫ്രിക്ഷൻ എന്ന് പറയുന്ന നോൺ കൺസർവേറ്റീവ് ഫോഴ്സും അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും ഒരേ സമയം തന്നെ അതിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ആൻ ഒബ്ജക്റ്റ് ഓൺ വിച്ച് ബോത്ത് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആർ എക്സ്പീരിയൻസ്ഡ്. കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും ആക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നോക്കുക, often both conservative force and non-conservative force act on the same system. Okay, ഒരേ ഒബ്ജക്റ്റിൽ കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും സാധാരണ അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സിനെ FC എന്നും നോൺ കൺസർവേറ്റീവ് ഫോഴ്സിനെ FNC എന്നും എടുക്കുകയാണ്. Therefore total force acting on the object നമ്മൾ ചെയ്യുമ്പോൾ that is total force F is equal to FC plus FNC, sum of the conservative force and non-conservative force വരും. ഇനി നോക്കി നോക്കുക, ഈ ഫോഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഒബ്ജക്റ്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോ dr ഡിസ്റ്റൻസ് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്ന ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് F.dr ആണ് വരിക അല്ലെ. ഇനി ആ ഒരു പാത്തിന് ഓവർ മൊത്തത്തിൽ മൂവ് ചെയ്യിപ്പിക്കാൻ അല്ലെ, ഒരു നിശ്ചിത പാത്തിലൂടെ അതിന്റെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ ചെയ്യേണ്ട ആകെ വർക്ക് എന്ന് പറയുമ്പോൾ ആ പാത്തിന് ഓവറായിട്ട് F.dr എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഒരു കർവ്ഡ് പാത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കർവ്ഡ് പാത്തിന് ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ഈ പറയുന്ന F.dr ഇന്റഗ്രേറ്റ് ചെയ്യാം. കർവ്ഡ് പാത്തോ സ്ട്രെയിറ്റ് ലൈൻ പാത്തോ എന്തായിക്കോട്ടെ. അപ്പോൾ അതിന് ആ പാത്തിന് ഓവറായിട്ട് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് ബൈ ദിസ് ഫോഴ്സ് കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് ബൈ F ആസ് ദ പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം A ടു B, A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒബ്ജക്റ്റിനെ ഈ ഫോഴ്സ് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് WBA, വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ഫ്രം A ടു B, ടോട്ടൽ വർക്ക് അല്ലെ എത്ര വേണം എന്നുള്ളതാണ്. എങ്ങനെ കാണാം? ഇന്റഗ്രൽ ഇവിടെ ഒരു പാത്തിന് ഓവറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അല്ലെ, ഒരു കർവ്ഡ് പാത്താണ് എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇന്റഗ്രൽ A ടു B F.dr അല്ലെ. ഇവിടെ എഫിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? FC പ്ലസ് FNC, കൺസർവേറ്റീവ് ഫോഴ്സിന്റെയും നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെയും സം ആണല്ലോ എഫ്. അപ്പോൾ ഇന്റഗ്രൽ A ടു B FC പ്ലസ് FNC ഡോട്ട് dr എന്ന് വരും.
Okay, total work done on the object by this force F when it move over that path. Okay, that is WBA total. ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതുകയാണ്. ഇന്റഗ്രൽ എഫ് സി ഡോട്ട് ഡി ആർ പ്ലസ് ഇന്റഗ്രൽ എഫ് എൻ സി ഡോട്ട് ഡി ആർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് WBA ടോട്ടൽ ഇസ് ഈക്വൽ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എപ്പോഴും എന്താ പറയുക, പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസിന് ഈക്വൽ ആണ്. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്റഗ്രൽ എ ടു ബി എഫ് സി ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്താ വരിക, യു എ മൈനസ് യു ബി ആണ് വരിക. യു ബി മൈനസ് യു എ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, യു എ മൈനസ് യു ബി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്ലസ് ഇവിടെ എന്തുണ്ട്, ഇന്റഗ്രൽ എ ടു ബി എഫ് എൻ സി ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ എന്താണ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് അത്. എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് അത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ എ ടു ബി എഫ് എൻ സി ഡോട്ട് ഡി ആറിന് WBA NC എന്ന് എഴുതാം. ഇത് WBA ടോട്ടൽ ആണ്. ടോട്ടൽ വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്ട് ഫ്രം എ ടു ബി ആണിത്. വർക്ക് ഡൺ ബൈ ദ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ടു മൂവ് ഒബ്ജക്ട് ഫ്രം എ ടു ബി ആണ്. അപ്പൊ WBA NC. ഓക്കെ, ഇനി നോക്കുക, വർക്ക് എനർജി തിയറം നമുക്കറിയാലോ. ടോട്ടൽ വർക്ക് ഡൺ ദ ഒബ്ജക്ട് ഈസ് ആൾവേസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻസ് അല്ലെ. അപ്പോൾ ഫൈനൽ പൊസിഷനിലെ കൈനറ്റിക് എനർജി KB ആണ്, ഇനീഷ്യൽ പൊസിഷനിലെ കൈനറ്റിക് എനർജി KA ആണെങ്കിൽ കൈനറ്റിക് എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് KB മൈനസ് KA ആണ്. ടോട്ടൽ വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്ട് ഫ്രം എ ടു ബി WBA ടോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ KB മൈനസ് KA ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ WBA ടോട്ടലിന്റെ അവിടെ KB മൈനസ് KA കൂടി കൊടുത്താൽ KB മൈനസ് KA is equal to UA മൈനസ് UB പ്ലസ് WBA NC എന്ന് നമുക്ക് കിട്ടും. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് പ്രസന്റ് അല്ലെങ്കിൽ നമുക്ക് ഇത്രയേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ ആണ് മോഷൻ നടക്കുന്നത്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് KB മൈനസ് KA is equal to UA മൈനസ് UB, നമ്മൾ ഈ മൈനസ് UB അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് KB പ്ലസ് UB മൈനസ് KA അങ്ങോട്ട് കൊണ്ടുപോയി UA പ്ലസ് KA, KB പ്ലസ് UB is equal to KA പ്ലസ് UA, K പ്ലസ് U മെക്കാനിക്കൽ എനർജി E ആണ്. അപ്പോൾ നമുക്ക് EB is equal to EA. A എന്ന് പറയുന്ന പോയിന്റിലും B എന്ന് പറയുന്ന പോയിന്റിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഒന്നും പ്രസന്റ് അല്ലെങ്കിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കിട്ടുന്നത്. KB മൈനസ് KA പ്ലസ് UA മൈനസ് UB ഒരു അഡീഷണൽ ടേം ഇവിടെ വരുന്നു, WBA NC എന്ന് പറയുന്ന ഒരു അഡീഷണൽ ടേം. ഓക്കെ, ഇനി നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ ഈ മൈനസ് UB ഇങ്ങോട്ട് എടുത്തു, മൈനസ് KA അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ KB പ്ലസ് UB is equal to KA പ്ലസ് UA പ്ലസ് WBA NC എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, KB പ്ലസ് UB എന്ന് പറയുന്നത്, B എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ ആണല്ലോ, ഫൈനൽ മെക്കാനിക്കൽ എനർജിയാണ്. KA പ്ലസ് UA എന്ന് പറയുന്നത് A ഇനീഷ്യൽ പൊസിഷൻ ആയതുകൊണ്ട് ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജിയാണ്. അപ്പൊ നോക്ക്, ഫൈനൽ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി പ്ലസ് WBA NC എന്ന് വരുന്നു. കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡില് ഫൈനൽ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ ഫൈനൽ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി പ്ലസ് WBA NC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെക്കാനിക്കൽ എനർജി എന്തല്ല, കൺസേർവ്ഡ് അല്ല എന്നുള്ളതാണ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലെ മെക്കാനിക്കൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് അല്ല. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കുക, ഈ WBA NC എന്ന് പറയുന്ന ആള്, WBA NC എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ടു മൂവ് ഒബ്ജക്ട് ഫ്രം A to B ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷന്, വിസ്കസ് ഫോഴ്സ്, അതൊക്കെ ചെയ്യുന്ന വർക്ക് പലപ്പോഴും ഡിസിപ്പേറ്റഡ് എനർജി ആയിട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ ആ വർക്ക് ഒരു എനർജിയുടെ ഫോമിൽ ഡിസിപ്പേറ്റ് ചെയ്ത് പോകാറുണ്ട്. സാധാരണ ഹീറ്റിന്റെ ഒക്കെ ഫോമിൽ നമുക്കറിയാം, രണ്ട് സാധനങ്ങൾ ഫ്രിക്ഷൻ അതിന്റെ ഇടയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് ഉണ്ടാവും അല്ലെ, ആ ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഈ WBA NC നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എപ്പോഴും എനർജി അല്ലെ ഫോമിൽ എന്ത് ചെയ്യാറ്, ഡിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. സാധാരണ തെർമൽ എനർജിയുടെ ഒക്കെ ഫോമിലാണ് ഡിസിപ്പേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ WBA NC എന്നുള്ളത് എനർജി ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണ്. ഇവിടെ അതിന് ഞാൻ തൽക്കാലം ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന എനർജി ആയതുകൊണ്ട് മൈനസ് ΔE എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും നോക്കും, KB പ്ലസ് UB is equal to KA പ്ലസ് UA മൈനസ് ΔE എന്ന് വരും. ഓക്കെ, ഇനി KB പ്ലസ് UB നമുക്കറിയാം, ദാറ്റ് ഈസ് ഫൈനൽ മെക്കാനിക്കൽ എനർജി EB, KA പ്ലസ് UA ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി EA മൈനസ് ΔE എന്ന് വന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, EB നോട്ട് ഈക്വൽ ടു EA ആണ്. അതായത് ഫൈനൽ മെക്കാനിക്കൽ എനർജി നോട്ട് ഈക്വൽ ടു ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ് ഹിയർ. മെക്കാനിക്കൽ എനർജി ഇവിടെ കൺസേർവ്ഡ് അല്ല. മെക്കാനിക്കൽ എനർജി എന്താ സംഭവിക്കുന്നത്, മെക്കാനിക്കൽ എനർജിക്ക് EA എന്ന് പറയുന്നത് ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി ആണല്ലോ അല്ലെ.
ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇ എ മൈനസ് ഡെൽറ്റ ഇ ആണ് ഇ ബി കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഉറപ്പായിട്ടും ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജിയേക്കാൾ കുറവായിരിക്കും ഫൈനൽ മെക്കാനിക്കൽ എനർജി. അപ്പൊ ഈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താ ശരിക്കും ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജിയെ ഡിക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹിയർ എഫക്ട് ഓഫ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിക്രീസസ് മെക്കാനിക്കൽ എനർജി. ഓക്കെ, ഇ എന്ന് പറയുന്ന ആ കൂടിയ മെക്കാനിക്കൽ എനർജി ഇ ബി എന്ന് പറയുന്ന കുറഞ്ഞ മെക്കാനിക്കൽ എനർജി ആയിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഹിയർ എഫക്ട് ഓഫ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിക്രീസസ് ദ മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഇ ബി സീക്വൽ ടു ഇ എ മൈനസ് ഡെൽറ്റ ഇ എന്ന് കിട്ടുന്നു. ഈ മൈനസ് ഡെൽറ്റ ഇ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും? ഇ എ സീക്വൽ ടു ഇ ബി പ്ലസ് ഡെൽറ്റ ഇ. പക്ഷേ ഇവിടെ നമ്മൾ മെക്കാനിക്കൽ എനർജി മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് കൺസേർവ്ഡ് അല്ല എന്ന് കിട്ടി. ഇവിടെ മെക്കാനിക്കൽ എനർജിയെ കൂടാതെ നമ്മൾ എന്ത് ചെയ്യാണ്? തെർമൽ എനർജി, ആ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന തെർമൽ എനർജി കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ടോട്ടൽ എനർജി ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് അല്ലെങ്കിൽ കൂടി ടോട്ടൽ എനർജി എന്താണെന്ന് കാണാം, കൺസേർവ്ഡ് ആണ് എന്ന് കാണാം. ക്ലിയർ ആണല്ലോ പറയുന്നത്? അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി is not conserved, but if we include the thermal energy in which in form of which energy is dissipated into then the total energy is conserved here. Total energy conserved ആണ്, total mechanical energy conserved അല്ല. Okay, അപ്പോൾ നോക്കുക, but if we take dissipated energy, thermal energy into account, total energy is conserved here. ഇപ്പൊ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ നമ്മൾ മെക്കാനിക്കൽ എനർജി മാത്രം നോക്കുമ്പോൾ അത് കൺസേർവ്ഡ് അല്ല, എന്നാൽ അവിടെ തെർമൽ എനർജി കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ് എന്ന് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ജനറൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പഠിച്ചു. ഇൻ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് സിസ്റ്റംസ് ആർ കൺസേർവ്ഡ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ എപ്പോഴും മെക്കാനിക്കൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും എപ്പോഴും എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഈ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് അല്ല, അല്ലെ? അതായത് ഇനീഷ്യൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടു, ഫൈനൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടു. ഇത് രണ്ടും നമുക്ക് ഈക്വൽ ആയിട്ടല്ല കിട്ടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഇ എ നോട്ട് ഈക്വൽ ടു ഇ ബി എന്നാണല്ലോ നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മളവിടെ തെർമൽ എനർജി എന്ന് പറയുന്ന ആ ഒരു എനർജിയെ കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ, അതായത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് തെർമൽ എനർജി ആയിട്ട് ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു, അതിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അവിടെ എന്തായി? ടോട്ടൽ ഇനീഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫൈനൽ എനർജി എന്ന് കിട്ടി. മെക്കാനിക്കൽ എനർജി ഈക്വൽ അല്ല, പക്ഷെ ടോട്ടൽ എനർജി എന്താണ്? മെക്കാനിക്കൽ എനർജി പ്ലസ് തെർമൽ എനർജി എന്ന് പറയുന്ന ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ മെക്കാനിക്കൽ എനർജി, തെർമൽ എനർജി, വേറെ ഒരുപാട് ഫോംസ് ഓഫ് എനർജി ഉണ്ട്, അല്ലെ? ഇപ്പോൾ ന്യൂക്ലിയർ എനർജി ഉണ്ട്, കെമിക്കൽ എനർജി ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഉണ്ട്, അല്ലെ? അപ്പോ ഈ പറയുന്ന ഒരു ഫിനോമിന നടക്കുമ്പോൾ ഈ എനർജികളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിട്ടാണ് കിട്ടുക? കൺസേർവ്ഡ് ആയിട്ടാണ് കിട്ടുക. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ഒഴിവാക്കിയാൽ, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവിടെ എനർജി എന്തായിക്കൊള്ളുന്നില്ല, കൺസേർവ്ഡ് ആയിക്കൊള്ളണം എന്നില്ല, അല്ലെ? അപ്പൊ നമ്മള് എല്ലാ എനർജിയും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിക്കൊള്ളുന്നില്ല. കാരണം നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ മെക്കാനിക്കൽ എനർജി പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി മാത്രമേ വരുന്നുള്ളൂ. വേറെ ഫോംസ് ഓഫ് എനർജി ഒന്നും മെക്കാനിക്കൽ എനർജിയിൽ കൂട്ടില്ല. തെർമൽ എനർജി, ഹീറ്റ് എനർജി, ലൈറ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് ടോട്ടൽ എനർജി. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. പക്ഷെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ഓരോ എനർജി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് പിന്നെ കൺസേർവ്ഡ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ജനറൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് വി ടേക്ക് ഓൾ ഫോംസ് ഓഫ് എനർജി ഇൻ അക്കൗണ്ട്, then total energy associated with each systems are conserved always. അത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആയിക്കോട്ടെ, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, എപ്പോഴും ടോട്ടൽ എനർജി, എല്ലാ ഫോംസ് ഓഫ് എനർജി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺസേർവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ജനറൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. നോക്കുക, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി സിംപ്ലി എ കോൺസിക്വൻസ് ഓഫ് ന്യൂട്ടൺസ് ലോ. ന്യൂട്ടൺസ് ലോസിന്റെ ഒരു കോൺസിക്വൻസ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. Within conservative force field, total mechanical energy, that means sum of potential and kinetic energies are always constant. Okay. According to this, total mechanical energy associated with each system is conserved in conservative force field. Conservative force field എപ്പോഴും total mechanical energy K plus U അല്ലെ കൺസേർവ്ഡ് ആയിരിക്കും എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറയുന്നത്.
But in non-conservative force field, mechanical energy appears to be not conserved. പക്ഷേ ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിട്ടല്ല കിട്ടുക അല്ലേ. നമുക്ക് EA നോട്ട് ഈക്വൽ ടു EB എന്നാണ് നേരത്തെ കിട്ടിയത്. ഓക്കെ, നമ്മൾ ഡെൽറ്റ ഇ എന്ന് പറയുന്ന ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന എനർജി തെർമൽ എനർജി കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്, പക്ഷേ മെക്കാനിക്കൽ എനർജി അവിടെ കൺസേർവ്ഡ് അല്ല എന്നാണ് പറയുന്നത്. When we take the thermal energy in the form of which some energy is dissipated in the non-conservative force field, we can verify total energy is conserved. പക്ഷേ ഈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ കുറച്ച് എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന ഫോം ആയിട്ടുള്ള തെർമൽ എനർജി കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി നോക്കുമ്പോൾ എന്താണ് കൺസേർവ്ഡ് ആണ് എന്ന് കാണാം അല്ലേ. അപ്പോ even the total mechanical energy is not conserved here. Total mechanical energy conserved അല്ലെങ്കിൽ കൂടി ടോട്ടൽ എനർജി എന്താണ് കൺസേർവ്ഡ് ആണ് എന്നുള്ളതാണ്. മെക്കാനിക്കൽ എനർജി പ്ലസ് തെർമൽ എനർജി ടോട്ടൽ എനർജി എടുത്തു കഴിഞ്ഞാൽ കൺസേർവ്ഡ് ആണ്. മെക്കാനിക്കൽ എനർജി മാത്രം നോക്കി കഴിഞ്ഞാൽ കൺസേർവ്ഡ് ആണ്. അതാണ് മാറ്റം. There are so many other forms of energy as well, like electricity, chemical energy. വേറെ ഒരുപാട് ഫോംസ് എനർജി ഉണ്ട്. അപ്പോൾ അവയൊക്കെ വരുന്ന ഫിനോമിനകൾ അതിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ലൈറ്റ്, ഇലക്ട്രിസിറ്റി, കെമിക്കൽ എനർജി ഒക്കെ. When all forms of energy are included, total energy has always been found to be conserved. എല്ലാ ഫോംസ് ഓഫ് എനർജി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഹാസ് ആൾവേസ് ബീൻ ഫൗണ്ട് ടു ബി കൺസേർവ്ഡ്. ടോട്ടൽ എനർജി എപ്പോഴും അത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആയിക്കോട്ടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അത് എന്തായിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ജനറൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ്. പവർ ആണ് ടോപ്പിക്. പവർ എന്താണ് എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ടൈം റേറ്റ് ഓഫ് വർക്ക് ഡൺ ഈസ് നോൺ ആസ് പവർ അല്ലേ. വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു റേറ്റ്, നിരക്ക്, അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ രീതിയിൽ പറയാം, വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന, ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക്. ഒരാൾ 10 സെക്കൻഡിൽ ഒരു 1000 ജൂൾ വർക്ക് ചെയ്തു എങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്യും? 1000/10 അല്ലേ, 1000/10, 100 ജൂള് വർക്ക് ഒരു സെക്കൻഡ് ചെയ്യും. 100 ജൂൾ പെർ സെക്കൻഡ് വർക്കാണ് അയാൾ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് ചെയ്യുന്ന വർക്ക്, ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ് എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതാണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക, പവർ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. വർക്ക് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ്. ഓക്കെ, ഇനി ഡെൽറ്റ ഡബ്ല്യു വർക്ക് ഒരു ഒബ്ജക്റ്റിൽ ചെയ്യപ്പെടുകയാണെന്ന് കരുതുക. എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ് അത് ചെയ്യുന്നത്. ഡെൽറ്റ ഡിസ്റ്റൻസ് ആ വർക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഡെൽറ്റ ടി ടൈം കൊണ്ടാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇഫ് വി ഡിസ്പ്ലേസ് ആൻ ഒബ്ജക്റ്റ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ ഇൻ ടൈം ഡെൽറ്റ ടി, within time delta t by applying a force F and a work W, delta W. Okay, F എന്ന് പറയുന്ന ഫോഴ്സ് ഡെൽറ്റ ഡബ്ല്യു വർക്ക് ചെയ്തിട്ട് ഡെൽറ്റ ടി ടൈം കൊണ്ട് ഒബ്ജക്റ്റിനെ ഡെൽറ്റ ആർ ഡിസ്പ്ലേസ് ചെയ്തു എങ്കിൽ അല്ലെ, അതിൽ ചെയ്യപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. എഫ് ഡോട്ട് ഡെൽറ്റ ആർ ആയിരിക്കും വർക്ക് അല്ലെ. വർക്ക് ഡെൽറ്റ ഡബ്ല്യു ബൈ ഫോഴ്സ് എഫ് ഓൺ എ സിസ്റ്റം ആസ് ഇറ്റ് മൂവ്സ് ത്രൂ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഡെൽറ്റ ആർ ഈസ് എഫ് ഡോട്ട് ഡെൽറ്റ ആർ. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഡെൽറ്റ ആർ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൽ ചെയ്യപ്പെടുന്ന വർക്ക് എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യു എഫ് ഡോട്ട് ഡെൽറ്റ ആർ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ടൈം ഡെൽറ്റ ടി, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് ഡെൽറ്റ ടി ടൈം കൊണ്ടാണെങ്കിൽ അല്ലെ, then the power or rate of work. അപ്പോൾ നമുക്ക് എന്ത് കാണാം? പവറോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് വർക്കോ നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് വർക്കാണ്. ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. പവർ is equal to T is equal to ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി ആണ്. ഇവിടെ ഡെൽറ്റ ഡബ്ല്യു നമ്മൾ പറഞ്ഞു എഫ് ഡോട്ട് ഡെൽറ്റ ആർ ആണ്. ബൈ എന്ത് വന്നു? ഡെൽറ്റ ടി. അപ്പോൾ എഫ് ഡോട്ട് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് വരുന്നു. ഇനി അപ്പൊ ഇതാണ് പവർ കാണുന്ന എക്സ്പ്രഷൻ, ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഇനി ഈ ടൈം, ഈ ഡെൽറ്റ ആർ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈം വളരെ നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ ടെൻസ് ടു 0 ആണ്. ഇഫ് ഡെൽറ്റ ടി ടെൻസ് ടു 0 നമുക്ക് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്നുള്ളത് ഡി ആർ ബൈ ഡി ടി ആവും. നമുക്കറിയാം ഡി ആർ ബൈ ഡി ടി എന്നാണ് വെലോസിറ്റി, വി ആണ്. അപ്പോൾ പി is equal to ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടിക്ക് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? എഫ് ഡോട്ട് വി എന്ന് എഴുതാം അല്ലെ. അപ്പോൾ ഫോഴ്സ്, വെലോസിറ്റി, രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ടും വേണമെങ്കിൽ പവറിനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പവർ പി is equal to സ്കെലാർ പ്രൊഡക്റ്റ് ഓഫ്
ഫോഴ്സ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് പവർ. നമുക്ക് ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പി സി ഈക്വൽ ടു എഫ് ഡോട്ട് വി എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ, അല്ലെ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, സിസ്റ്റത്തിലേക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇഫ് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു പോസിറ്റീവ് ആവും. ഡെൽറ്റ ഡബ്ല്യു പോസിറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ ടി എപ്പോഴും പോസിറ്റീവ് ആണോ, ടൈം പോസിറ്റീവ് ബൈ പോസിറ്റീവ്, പവർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇഫ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, പവർ വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഇനി വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു നെഗറ്റീവ് ആവും. ഡെൽറ്റ ഡബ്ല്യു നെഗറ്റീവ് ആവുമ്പോൾ ഡെൽറ്റ ടി എപ്പോഴും പോസിറ്റീവ് ആവും. നെഗറ്റീവ് ബൈ പോസിറ്റീവ്, പവർ നെഗറ്റീവ് ആവും എന്നുള്ളതാണ്. ഇഫ് വർക്ക് is done on the system, power will be positive. If work is done by the system, power will be negative. വളരെ important ആണ്. If work is done on the system, power is positive. If work done by the system, power is negative. ഇനി ഈ പവറിന്റെ SI യൂണിറ്റ് ഒക്കെ നമുക്കറിയാം, വാട്ട് ആണ്, അല്ലെ. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചിട്ടുള്ള ജെയിംസ് വാട്ടിന്റെ സ്മരണാർത്ഥം പവറിന്റെ SI യൂണിറ്റ് വാട്ട് എന്നാണ് കൊടുക്കാറുള്ളത്. W എന്നാണ് അത് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി ഒരു വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, വർക്ക് ജൂൾ അല്ലേ, ഡെൽറ്റ ടി എന്താണ്, ടൈം സെക്കൻഡ് ആണ്, അപ്പൊ ജൂൾ പെർ സെക്കൻഡ് ആണ്. വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഒരു വാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജൂൾ പെർ സെക്കൻഡ് ആണ്. ഇനി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, MA ആണ്, അല്ലെ. F MA ആണ്, M കിലോഗ്രാം, A എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പിന്നെ ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ഒരു മീറ്റർ കൂടി വരും, അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, താഴ്ത്തുന്നുണ്ട് സെക്കൻഡ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ് എന്ന് കിട്ടും. 1 watt is equal to 1 joule per second is equal to 1 kilogram meter square per second cube. ഓക്കെ, ഇനി നമ്മൾ മെഷീനറീസ്, ഓട്ടോമൊബൈൽസ്, അതിൻ്റെയൊക്കെ പവർ എക്സ്പ്രസ് ചെയ്യുന്നതിന് മറ്റൊരു യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്, ഹോഴ്സ് പവർ എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പോൾ ഈ ഹോഴ്സ് പവറും വാട്ടും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കണം. 1 ഹോഴ്സ് പവർ is equal to 746 watt ആണ്. ഓക്കെ, പവർ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് മെഷീനറി is given in another unit called horse power. 1 horse power is equal to 746 watt. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പവറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ സെക്കൻഡ് ചാപ്റ്റർ വർക്ക് ആൻഡ് എനർജി അവസാനിക്കുകയാണ്. ഇതോടുകൂടിയിട്ട് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലെ എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ കുറച്ച് പ്രോബ്ലംസ് ആണ്, അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക.